നല്ല ഭക്ഷണമായി. ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇവിടുത്തെ ഇഡ്ഡലിയും ചട്നിപ്പൊടിയും സൂപ്പർ. എനിക്കൊരു പ്രശ്നമുണ്ട്. ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് ഇങ്ങനെ. എനിക്ക് സാറേ വിശന്നിരിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ ഗ്യാസ് ഇപ്പൊ വിശക്കുന്നുണ്ടോ? അല്ല, എന്നാലും ഗ്യാസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമുക്ക് പോകുന്ന വഴിക്ക് ഷാജിയുടെ വീട്ടിലിരിക്കാം. അവിടെ ആവുമ്പോൾ നല്ല സൗകര്യമുണ്ട്. അല്ല, അത് ശരിയാ. വീട്ടിലാരുമില്ല. ഇപ്പൊ ഗുരുവായൂർ പോയിരിക്കുക. പുതിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞേ അത് നമ്മൾ ഷാജിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം. മതി, നമുക്ക് അങ്ങോട്ട് പോവാം. വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. ഉണ്ട്. ഇരിക്കേ. ഏതായാലും സാറിനെ കാണാൻ പറ്റിയത് എന്റെ വലിയൊരു ഭാഗ്യമാണ്. ഇന്നത്തെ കണി എന്നാലും സൂപ്പർ. അയ്യോ, ഞങ്ങളുടെ കണിയാച്ചോ കൂടിപ്പോയത്. അപ്പൊ ശ്യാമളന്റെ ഇപ്പൊ നെയ്യോന്നാ പറഞ്ഞേ. ഞാനിപ്പോ ചെയ്യുന്നത് ഒറ്റ വാക്കി പറഞ്ഞ ബിസിനസ് മെന്റർ. ബിസിനസ് മെന്റർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ പുതിയ പുതിയ ഐഡിയാസ് പറഞ്ഞു കൊടുത്ത് ഈ രാജ്യത്ത് സാമ്പത്തിക ഭദ്രത ഉള്ളവരാക്കി മാറ്റുക. ഈ ഉദ്യോഗമാണ് ഞാൻ ഏറ്റെടുത്തത്. ഓ, അത് ശരി. ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ സാറ് കഴിഞ്ഞ് 25 വർഷമായി കുട്ടികളുടെ ഇടയിൽ കിടന്ന് മല്ലിടുകയാണ്. സാർ ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഈ സാറിന് ഇത്തരത്തിലൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി മുന്നോക്ക നിലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സാറിനെ ഈ രാജ്യത്തെ ഒരു സമ്പന്നനാക്കി മാറ്റുക അതെന്റെ ജന്മാഗ്രഹം. അതിനുവേണ്ടി 2-3 ഐഡിയയുമായിട്ടാണ് ഞാനിപ്പോൾ സാറിൻ്റെ അടുത്തോട്ട് പോകുന്നത്. അതിലൊരു ഐഡിയ ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അത് സാറിന് വേണ്ടി മാത്രം. അല്ല മോനെ, ഞാൻ ഈ ബിസിനസ് ഒക്കെ ചെയ്താൽ ശരിയാവും. നല്ല ഐഡിയ ആണെങ്കിൽ പിടിക്കേ. ഏതാ ശ്യാമള ഇപ്പൊ പുതിയ ഐഡിയ? ഒരു നല്ല ഐഡിയ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. എങ്ങോട്ട് പോവോ? ഇയാൾ എവിടെ പോവോ? അതെ, എന്റെ ഒരു ചെറിയ സാധനം ഇരിപ്പുണ്ട്. ചേട്ടന്മാരടിക്കോ? സാറടിക്കൂ. അടിക്കുമെന്ന് വെള്ളം ഒഴിക്കാതെ അടിക്കുന്ന ആളാ. ഒരു ഇഷ്ടം. മോനെ, ഇനി നിന്റെ ആ ബിസിനസ് പറ. ഇപ്പൊ പറയാം. ഇപ്പൊ ഇതൊരു സ്പെഷ്യലാണ് സാറേ. ഇത് കണ്ടോ? കേട്ടോ? ഇതാ. അയ്യോ, ഇത് അത് അയ്യോ ശ്യാമള, ഇത് മൊബൈൽ കോഴ്സിന് ക്രിമിനൽ ചെയ്യണ്ടല്ലേ ശ്യാമള? ഞാനൊരു റിട്ടയർഡ് അധ്യാപകനല്ലേ, എനിക്കിതൊക്കെ പറ്റുമോ? സാറേ, നമ്മുടെ ലക്ഷ്യമല്ല സാറിനെ സമ്പന്നനാക്കുക. സാറേ, ഞാനിതൊരു റിസർച്ച് തന്നെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് മരണനിരക്ക് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങളും മറ്റും വൈറൽ പനികളും വളരെ കുറവില്ലായിരുന്നു. ഇപ്പൊ നോക്കി, നിപ്പ, കത്രീന കൊടുങ്കാറ്റ്, മഹാവെള്ളപ്പൊക്കങ്ങൾ, എന്തുമാത്രം മരണങ്ങളാണ്. കോവിഡ്, മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുക. എന്റെ ശ്യാമള, അധ്യാപനം നടക്കുക. എനിക്കിത് പറ്റുമോ? ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. അധ്യാപനാണെങ്കിലും നമുക്ക് എന്താ ലക്ഷ്യം? സമ്പന്നനാകും. എന്റെ ശ്യാമള, ഈ ക്രിമിനേഷൻ യൂണിറ്റ് ഒക്കെ ഹിന്ദുക്കളുടെ വീട്ടിലല്ലേ എടുക്കുള്ളൂ. അത് ശരി. എന്താ ചേട്ടാ,
ഇനിയുള്ള കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഇതൊക്കെ ആവശ്യമായി വരും. മൊബൈൽ മോർച്ചറികൾക്ക് എല്ലാ വീട്ടിലും വേണമെങ്കിൽ നിന്റെ കാര്യം നിർത്തി. സാറിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോ ഇത് മാത്രമല്ല, ഒരു മരണം നടന്ന വീട് നമുക്ക് അവിടെ മൊത്തത്തിലേക്ക് പിടിക്കാം. അവിടെ പന്തലിടാം, കസേര സപ്ലൈ ചെയ്യാം, മറ്റു ഭക്ഷണകാര്യങ്ങള്. മക്കളൊക്കെ വിദേശത്തായിരിക്കും. നമ്മൾ അവർക്കൊരു ഗൃഹനാഥനെ പോലെ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കും. നമ്മൾ ചോദിക്കുന്ന പൈസയാ തരുന്നത്. മനസ്സിലായോ? ആ അത് ശരി. ഒരു കൊല്ലം കൊണ്ട് സാറിന് 10 ക്രിമേഷൻ യൂണിറ്റും 10 മോർച്ചറി യൂണിറ്റും നമ്മളുണ്ട്. പക്ഷേ ഇതൊക്കെ നടക്കുകയാണെങ്കിൽ കൊള്ളാം. അത് ശരിയാ. തീർച്ചയായിട്ടും നടക്കുന്നത്. ഇതൊരു വളരെ വിജയമായിരിക്കും. ഒറ്റ വർഷം കൊണ്ട് സാറിന് ഇന്ത്യൻ സമ്പന്നരുടെ പട്ടികയിൽ ഞാൻ ആക്കിയിരിക്കും. ഈ ശ്യാമളൻ ബൊമ്മോട് സാറിനെ സമ്പന്നനാക്കിയിരിക്കും. ആ എന്നാ പിന്നെ നമുക്ക് ആലോചിക്കാം. മോനെ, ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ? സാറേ, അതായത് ഇതിന്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ എന്ന് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ നേരിട്ട് എടുക്കുകയാണ് നമുക്ക് കൂടുതൽ റിസ്ക്. ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു 3 ക്രിമേഷൻ യൂണിറ്റും ഒരു 3 മോർച്ചറി യൂണിറ്റും എടുത്ത് വെക്കാം. അപ്പോഴേ നമുക്ക് ഈ പ്രസ്ഥാനത്തിന് പേര് വേണ്ടേ? ഈ പേരൊക്കെ വേണം. പേര് മാത്രം പോരാ, നിന്റെ ഫോട്ടോയും വേണം. ആ ഫോട്ടോയൊക്കെ വേണം. ആ വേണം വേണം. ആ പേരിന്റെ കാര്യം പറഞ്ഞു സാറിന്റെ വൈഫിന്റെ പേര് സത്യഭാമ. സത്യഭാമ. സത്യഭാമ സേതു. സേതു സത്യഭാമ. S&S Death S&S Death. അത് മതി, അത് മതി, അത് മതി. എങ്ങനെയുണ്ട്? പേര് കേട്ടപ്പോ തന്നെ കുഴപ്പം പേരാ. ഇതങ്ങോട്ട് കേട്ടപ്പോ മരിക്കാൻ തോന്നുന്ന. അയ്യോ, മോനെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു 2 ലക്ഷം രൂപ സാർ അതിന് അഡ്വാൻസ് കൊടുക്കും. 2 ലക്ഷം രൂപയോ? അല്ല, അതിപ്പോ ഇച്ചിരി കൂടുതലാ. 2 ലക്ഷമോ? അയ്യോ, എന്നെ പറ്റി ശ്യാമള? സാറിന്റെ അടിയ ചന്തയിലേ. ഇരിക്കെ. അതെ, ബുധനാഴ്ചത്തേക്ക് ഞാൻ പൈസ റെഡിയാക്കാം. അപ്പൊ ബുധനാഴ്ച ചേട്ടന്മാരെ ഞാൻ അങ്ങോട്ടൊന്ന് ഓക്കേ. പിന്നെ അപ്പൊ ഓക്കെ. എങ്ങനെ അവന്റെ കുഞ്ഞാടിന്റെ കരുത്തോട്ടണ്ടേ? വാ, അകത്തോട്ട് പോവാം. അവിടെ ഫ്രിഡ്ജിന്റെ അകത്ത് വെള്ളം, സോഡ എല്ലാം ഇരിപ്പുണ്ട്. മൊബൈൽ മോർച്ചറികൾക്ക് എല്ലാ വീട്ടിലും വേണമെന്ന് നിന്റെ കാര്യം നിർത്തി. സാറിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? അയ്യോ അയ്യോ അയ്യോ. അവന്റെ ഒരു മൊബൈൽ മോർച്ചറി ക്രിമേഷൻ യൂണിറ്റും നമുക്കിത് പറ്റില്ല. ഷാജി, ശിവറാമേ, ഇല്ല എവിടെയും. നമുക്കിത് വേണ്ട.